എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. വാവാമി ക്ലാസ്സുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീണ്ടും കുട്ടികളുടെ പഠന ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുട്ടികളുടെ പഠന കാര്യവുമായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് അവർക്ക് നല്ലൊരു പഠന അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പഠനം വളരെ ഫലപ്രദമുള്ളതാക്കി തീർക്കാനെ കൊണ്ട് എങ്ങനെ സാധിക്കും, അവരുടെ പഠന രീതി എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ എങ്ങനെ നമുക്ക് കണ്ടെത്താനെ കൊണ്ട് സാധിക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ ഒരു സ്ഥലം അവർക്ക് പഠിക്കാനെ കൊണ്ട് വേണ്ടി, അതായത് കുട്ടികൾക്ക് പഠിക്കാനെ കൊണ്ട് വേണ്ടിയുള്ളതായ ഒരു നല്ല സ്ഥലം ക്രമീകരിക്കുക. ആളുകളുടെ ബഹളമില്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ശബ്ദമൊന്നുമില്ലാതെ വളരെ നിശബ്ദമായ ഒരു ഏരിയ അവർക്ക് പഠിക്കാനെ കൊണ്ട് വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നതായ ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ഒരു നല്ല അന്തരീക്ഷം അവരുടെ പഠനം വളരെ മെച്ചമുള്ളതാക്കി തീർക്കും. അപ്പം അവർ ആ ഇരിക്കുന്നതായ സ്ഥലത്ത് അവിടെ നിന്ന് മാറ്റി നമ്മളൊരു 2 ദിവസത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് വീണ്ടും വേറൊരിടത്തോട്ട് മാറ്റിയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റാകത്തില്ല. അപ്പോൾ കുട്ടികൾ പഠിക്കാനെ കൊണ്ട് വേണ്ടി ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് അവർ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആ പഴയ സ്ഥലത്തുണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാനെ കൊണ്ട് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ഒരു സ്ഥലം ക്രമീകരിച്ചു കൊടുക്കണം. അവരുടെ മൈൻഡ് സെറ്റാകാനെ കൊണ്ട് വേണ്ടി, മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഏരിയ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മുറി അവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറും ആ ഒരു മുറിയും കൂടെ അവർക്ക് നല്ലൊരു പഠന അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൃത്തി ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുക. ഇപ്പോൾ പഠിക്കാനെ കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നല്ല വൃത്തിയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അവരിരിക്കുന്ന സ്ഥലത്ത് അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാനെ കൊണ്ട് വേണ്ടി നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേശയും ഒരു കസേരയും ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കിടന്ന് പഠിച്ചു കഴിഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തറയിൽ ഇരുന്ന് പഠിച്ചിട്ടോ ഒന്നും ശരിയായ പഠനം അവർക്ക് ലഭിക്കത്തില്ല. അപ്പം ഇരുന്ന് പഠിക്കുന്നത് മൂലം ശരീരത്തിൻ്റെ ആ ഒരു ശാരീരികമായ ഒരു നിലനിർത്താനെ കൊണ്ട് സാധിക്കും. അപ്പോൾ അവരിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ടുന്നതായ സാധനങ്ങൾ മാത്രം, പഠിക്കാനുള്ള പുസ്തകങ്ങളും അവർക്ക് വേണ്ടുന്നതായ പേനകളും മാത്രം ക്രമീകരിക്കുക. മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി ആ ഒരു രീതിയിൽ ഒരു ക്രമീകരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പഠന അന്തരീക്ഷം അവർക്ക് കിട്ടും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശുദ്ധമായ വായുവും വെളിച്ചവും. പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നല്ലപോലെ വെട്ടമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശുദ്ധവായു ലഭിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു സ്ഥലം. ജനലുകളാണെന്നുണ്ടെങ്കിൽ ജനലുകൾ തുറന്നിട്ടിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായ രീതിയിൽ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഇരിക്കാനെ കൊണ്ട് വേണ്ടി, അവർക്ക് പഠിക്കാനെ കൊണ്ട് വേണ്ടി, അവരുടെ മൈൻഡ് സെറ്റാക്കി പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനെ കൊണ്ട് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടുന്നതായ ഒരു മുറി ക്രമീകരിക്കുമ്പോൾ അവിടെ നല്ല ശുദ്ധവായുവും നല്ല വെളിച്ചവും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ തടസ്സങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും കൂടുതലായിട്ട് രക്ഷകർത്താക്കൾ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് കൊച്ചുകുട്ടികളുടെ കയ്യിൽ അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ കയ്യിലുള്ളതായ മൊബൈലും അതുപോലുള്ളതായ മറ്റുള്ള ഓരോ കാര്യങ്ങളും അവരുടെ പഠനത്തെ ഒരുപാട് ദോഷം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഒരല്പസമയം കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
മൊബൈലിലൂടെ അവരിഷ്ടപ്പെടുന്നതായ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അപ്പം നമ്മൾ കുട്ടികളിരുന്ന് പഠിക്കുന്നതായ സ്ഥലത്ത് മൊബൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ ആ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരുന്നതായ കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനെ കൊണ്ട് വേണ്ടി മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പഠനം കാഴ്ചവെക്കാൻ കൊടുക്കും. ഇപ്പോൾ അവർ പഠിക്കാനെ കൊണ്ട് വേണ്ടി ഇരിക്കുന്നത് ചിലപ്പോൾ കമ്പ്യൂട്ടറിലാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നോട്ടിഫിക്കേഷനുകളെല്ലാം ഓഫ് ചെയ്യാനെ കൊണ്ട് ശ്രദ്ധിക്കണം. മറ്റ് നോട്ടിഫിക്കേഷനുകൾ വരുന്നത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഠിക്കാനെ കൊണ്ടിരിക്കുന്ന കാര്യം ശ്രദ്ധയോടെ പഠിച്ചെടുക്കാനെ കൊണ്ട് സാധിക്കും. കാരണം ഇന്നത്തെ സമൂഹത്തിൽ, അതായത് വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വഴി തെറ്റിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു നിലയിൽ നിന്ന് തന്നെ അവരെ മാറ്റിയെടുക്കാനെ കൊണ്ട് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്തിയിട്ടുണ്ട്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഒരു കുട്ടിയെ നേർവഴി കാണിക്കാതെ നാശത്തിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാനെ കൊണ്ട് വേണ്ടുന്നതായ എല്ലാ ചുറ്റുപാടുകളും ഇന്ന് ഓരോ വിദ്യാർത്ഥികളുടെയും ചുറ്റിന്, ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്ന രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഓരോ കാര്യങ്ങളുമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സമയക്രമീകരണവും അതുപോലെ തന്നെ ഇടവേളകളും. എപ്പോഴും ഇരുന്ന് പഠിക്കുന്നു മാത്രം പറയാതെ അവർക്ക് പഠിക്കുന്നതിനിടയ്ക്ക് അല്പം ഇടവേളകളൂടെ കൊടുക്കുന്നതല്ല. മനസ്സിലായി? എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ഒരു ഫ്രീ ടൈം, അതായത് ഇപ്പോൾ ഒരു 45 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് അവർ പഠിച്ചെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കാനെ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനെ കൊണ്ടോ ഉള്ള സമയം കൊടുക്കുക, ഇടവേള കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തിനകത്ത് അവർക്ക് ജസ്റ്റ് ഒന്നുകൂടെ ശരീരം ഒന്നുകൂടെ ചേഞ്ചസ് ആയി വരാനെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഒരു കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനകത്തുനിന്ന് അവർക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് മറ്റൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനെ കൊണ്ട് വേണ്ടി അവരെ പ്രാപ്തരാക്കാനെ കൊണ്ട് വേണ്ടി നമുക്ക് ചെറിയ ഇടവേള കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ നല്ലൊരു പഠന അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റായിട്ട് ചോദിക്കുക, അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ശരിയായ ഒരു സ്ഥലം ക്രമീകരിച്ചു കൊടുക്കണം, ഇരിക്കാനെ കൊണ്ട് അല്ലെ പഠിക്കാനെ കൊണ്ട് വേണ്ടി ശരിയായ സ്ഥലം ക്രമീകരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വൃത്തി ഉണ്ടായിരിക്കണം, നല്ല ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കണം. ഇരിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതും നല്ല ക്രമീകരണങ്ങളോട് കൂടിയതുമായിരിക്കണം. അതുപോലെ തന്നെ വായു സഞ്ചാരം ഉണ്ടായിരിക്കണം, നല്ല വെളിച്ചമുണ്ടായിരിക്കണം. ഡിജിറ്റൽ തടസ്സങ്ങൾ ഒഴിവാക്കണം. പഠിക്കാനെ കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ഡിജിറ്റൽ തടസ്സങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം പഠിക്കാനെ കൊണ്ടിരിക്കാനൊക്കെ. അതുപോലെ തന്നെ പഠനത്തിൻ്റെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവേളകളും അതുപോലെ തന്നെ വിശ്രമങ്ങളും അല്പസമയം വിശ്രമിക്കാനെ കൊണ്ട് വേണ്ടിയും സമയം മാറ്റിയെടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പഠനാന്തരീക്ഷം, ആ പഠിക്കുന്നതിനൊരു ഫലം ഉണ്ടായിത്തീരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും.